കട്ട് സ്കേർട്ടാണ് നമ്മൾ തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഫിഷ് കട്ട് സ്കേർട്ടിന് ഒരളവുണ്ട്. നമ്മൾ കസ്റ്റമറിൻ്റെ തന്നെയാണ് എടുക്കുന്നത്. അളവെന്ന് പറയുമ്പോൾ ലെങ്ത് 38 ഇഞ്ചാണ് കേട്ടോ. നിങ്ങൾക്ക് അതിൽ വ്യക്തമായി കാണാൻ പറ്റിയില്ലെങ്കിൽ ലെങ്ത് 38 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ നമ്മൾ 2 ഇഞ്ച് കൂടെ ആഡ് ചെയ്യും കേട്ടോ. പിന്നെ വേസ്റ്റ് എന്ന് പറയുന്നത് 42 ആണ്. ഈ 42ൻ്റെ ഞാൻ എടുക്കുന്നത് 4 പീസാണ്. 6 പീസ് ആണെങ്കിൽ നമുക്ക് 6 പീസിൻ്റെ പോലെ ലൂസ് ആഡ് ചെയ്യണം. ഇത് 4 പീസ് ആയതുകൊണ്ട് ഞാൻ +4 ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പം നമുക്ക് തയ്യൽ തുമ്പൊക്കെ കൂടുതൽ വേണമെന്നുള്ളവർ 5ഓ 6ഓ എടുക്കാം കേട്ടോ. അപ്പം നമ്മൾ 4 പീസ് ആയതുകൊണ്ടാണ് ഞാൻ 4 ആഡ് ചെയ്തേക്കുന്നത്. അതിൽ 2 ഇഞ്ച് ലൂസ് വന്നോളൂ. അതുകൊണ്ട് 2 ഇഞ്ചേ നമുക്ക് തയ്യൽ തുമ്പ് പോവുള്ളൂ. അതുകൊണ്ടാണ് 4 ഇഞ്ച് എടുത്തേക്കണം കേട്ടോ. നിങ്ങൾ 6 പീസാണ് എടുക്കുന്നതെങ്കിൽ അതുപോലെ തന്നെ പിന്നെ 6 എടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ വരുന്നത് 44 ആണ്. അതിന് നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എനിക്ക് കിട്ടുന്നത് 11 ഇഞ്ചാണ് കേട്ടോ. 11 ആണ് വരുന്നത്. പിന്നെ സീറ്റ് എന്ന് പറയുന്നത് സീറ്റ് 49 ആണ്. അതിൻ്റെ കൂടെ നമ്മൾ കൂട്ടുന്നത് 4 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് വരുന്നത് 44 + 4 എന്ന് പറയുമ്പോൾ 53 ആണ്. 53യെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 13 കേട്ടോ. 13 ആണ് വരുന്നത്. 13 പോയിന്റ് സംതിങ്, അതായത് 13.25 നമുക്ക് എടുക്കാം. അടുത്തത് നമുക്ക് അര മുതൽ സീറ്റ് വരെ, അതായത് ഇത് നമ്മളുടെ വേസ്റ്റ് ആണ് അല്ലേ. വേസ്റ്റ് ഇതിങ്ങനെ സീറ്റ് വരും. ഓക്കെ, സീറ്റ്. അപ്പൊ ഇതാണ് നമ്മുടെ സീറ്റ് വരുന്നത്. അപ്പൊ ഇത് മുതൽ ഇവിടെ വരെ വരുന്ന ലെങ്ത് ആണ് നമ്മൾ അര മുതൽ സീറ്റ് വരെയുള്ള ലെങ്ത്. ഇതേൽ നമുക്ക് വരുന്നത് 7 ഇഞ്ചാണ്. ഓരോരുത്തർക്കും ഓരോ അളവാണ്. എന്നാലും ഒരു ആവറേജ് നമ്മൾ കാൽക്കുലേഷനിൽ വരുമ്പോൾ 6.5-7 ഇഞ്ചാണ് വരുന്നത് കേട്ടോ. ഇത് 7 ഇഞ്ചാണ്. അപ്പോൾ അര മുതൽ ഈ സീറ്റ് വരെയുള്ള ലെങ്ത് ആണ്. അതിനുശേഷം ഇവിടുന്ന് നമുക്ക് മുട്ട് വരെയുള്ള ലെങ്ത്, ആ മുട്ടിലേക്കും ഉള്ള ലെങ്ത് നമ്മൾ കറക്റ്റ് ചെയ്യണം. അത് വരുന്നത് 19.5 കേട്ടോ. അപ്പൊ നമ്മൾ ലെങ്ത് എടുത്തു, വേസ്റ്റ് എടുത്തു, സീറ്റ് എടുത്തു. അതിനുശേഷം വേസ്റ്റ് മുതൽ സീറ്റ് വരെയുള്ള ലെങ്ത് 7 ഇഞ്ചാണ്. അത് കഴിഞ്ഞ് വേസ്റ്റ് മുതൽ കാൽമുട്ട് വരെയുള്ള ലെങ്ത് 19.5 അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട, അപ്പൊ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഇട്ടേക്കാണ്, ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടേക്കാണ്. ഞാനിത് 4ആയിട്ട് മടക്കി ഇട്ടേക്കാണ്. അപ്പൊ ഇങ്ങനെ മടക്കി ഇടുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെയാണല്ലോ, മടങ്ങിയാണല്ലോ കിടക്കണത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ നേരെയല്ലേ വരുന്നത്. നമുക്കിപ്പോൾ ഫ്ലെയർ വേണം. ആ ഫ്ലെയർ വേണമെങ്കിൽ നമ്മൾ മുട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു 5 ഇഞ്ച് നമ്മുടെ ഇഷ്ടം അനുസരിച്ച്, നമ്മുടെ ഫ്ലെയർ അനുസരിച്ച് നമുക്ക് ഇങ്ങനെ കൂട്ടിക്കൊടുക്കാം കേട്ടോ. കണ്ടോ, അതായത് 4 കൊടുക്കാം, 5 കൊടുക്കാം, പിന്നെ അതിൽ കൂടുതൽ വേണമെങ്കിൽ 6 കൊടുക്കാം. അത് നമ്മളുടെ ഇഷ്ടം പോലാണ്. ഓക്കെ, അപ്പൊ ഞാനിപ്പോൾ എടുക്കുന്നത് ഈ 5 ഇഞ്ചാണ് എടുക്കുന്നത്. നമുക്ക് നോക്കാം ഇത് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ ഈ പിന്നെ ഫിഷ് കട്ട് മോഡൽ സ്കേർട്ട് ചെയ്യുമ്പോൾ, അണ്ടർ സ്കേർട്ടാണിത്, ഫിഷ് കട്ട് മോഡൽ അണ്ടർ സ്കേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇച്ചിരി ലൂസ് വേണമെന്നുള്ളവർ ഇത്തിരി ലൂസ് കൂട്ടിയെടുക്കണം. അതല്ല സാധാരണ ഷേപ്പ് മാത്രം മതി എന്നുള്ളവർ നമുക്ക് ഇങ്ങനെ എടുത്താൽ മതി. ഇച്ചിരി വണ്ണം ഉള്ളവർ ഇത്തിരി ലൂസ് കൂട്ടിയെടുത്താൽ നമുക്ക് തയ്ച്ചു കഴിഞ്ഞ് നോക്കിയിട്ട് ടൈറ്റ് ചെയ്താലും മതിയാകും. അതൊക്കെ നിങ്ങളുടെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ചെയ്യാൻ. അതിൽ മിസ്റ്റേക്ക് വരുത്താൻ പാടില്ല കേട്ടോ. അപ്പൊ ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 38 ആണ്. 38 + 2 ഇഞ്ച് എന്ന് പറയുമ്പോൾ 40 വരും. അപ്പൊ നമ്മൾ ഈ ഇറക്കമൊക്കെ ലെവൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഫ്ലെയർ ഒക്കെ വരുമ്പോഴത്തേക്ക് അതിൽ വ്യത്യാസം വരും. അതുകൊണ്ട് 40 തന്നെ എടുത്തിട്ട് ഷേപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ 2 ഇഞ്ച് നമ്മൾ പട്ടയ്ക്ക് എടുക്കും. അത് നമുക്ക് കുഴപ്പമില്ല, നമുക്ക് പട്ട വേറെ നമ്മൾ എടുത്താൽ മതിയല്ലോ. അപ്പൊ ഞാൻ 40 തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. ഇനി വേസ്റ്റിന്റെ 4 കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത്, അതായത് 42 ആണ് വേസ്റ്റ് വരുന്നത്. 42ന്റെ കൂടെ ഞാൻ 4 ഇഞ്ചാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ കൂടെ 4 ഇഞ്ച് ആഡ് ചെയ്തിട്ട് വരുന്നത് 11 അതല്ല നിങ്ങൾക്ക് വേസ്റ്റ് കൂടുതൽ വേണമെന്ന് തോന്നുന്നു എങ്കിൽ കൂടുതൽ എടുക്കാൻ കുഴപ്പമില്ല. പക്ഷെ ഇത് കറക്റ്റ് വന്നില്ലേ, വൃത്തികേടാണ്. അതുകൊണ്ട് ഞാൻ 11 തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. 11 ഇഞ്ച് എടുത്തു. അതിനുശേഷം നമ്മൾ എടുക്കുന്നത്, അപ്പൊ ഇത് 4 പീസാണ്. ഇങ്ങനെ ഫോൾഡ് ചെയ്തിടുമ്പോൾ നമുക്കിത് കട്ട് ചെയ്യാൻ സുഖമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഫോൾഡ് ചെയ്തിട്ടത് കേട്ടോ.
ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 പീസിൽ സ്റ്റിച്ചിങ്ങേ വരുള്ളൂ. അതല്ല നിങ്ങൾക്ക് 4 പീസിൽ സ്റ്റിച്ചിങ് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കട്ട് പീസാക്കി നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അതായത് ഇതിപ്പോ നമ്മൾ സാധാരണ കട്ട് ചെയ്യുന്ന പോലെ 3 പീസേ വരൂ, 2 പീസിലേ വരുള്ളൂ. ഇങ്ങനെ വന്നിട്ട് നമ്മൾ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ 2 പീസേ ഇതിൽ കിട്ടുള്ളൂ. അതല്ല നമുക്ക് വേറൊരു രീതിയിൽ ചെയ്യാവുന്നത് സെന്ററും കട്ട് ചെയ്തിട്ട് നമുക്ക് പേപ്പർ പാറ്റേൺ എടുത്ത് വെച്ച് കട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് 2 സൈഡിലും ഒരേപോലെ പീസ് വരും കേട്ടോ. ഇത് ഞാൻ ഫോൾഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ചുമ്മാ അത് 2 സൈഡും അതേപോലെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ 2 സൈഡിൽ മാത്രമേ ഫ്ലെയർ വരത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അല്ലാതെ പാറ്റേൺ എടുത്ത് വേണം ചെയ്യാൻ. നമുക്ക് വേസ്റ്റിൽ ഡാർട്ട് ഇടണമെങ്കിൽ നമ്മുടെ വേസ്റ്റ് കൂട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഡാർട്ട് ഇട്ടാൽ, അതായത് നമ്മൾ സീറ്റ് എത്ര ആണോ എടുക്കുന്നത് അത് തന്നെ നമ്മൾ വേസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കൂട്ടിയിട്ട് എടുത്താൽ മതിയാവും കേട്ടോ. ഇപ്പൊ വേസ്റ്റ് 13.5 എടുക്കുന്നെങ്കിൽ അത് ഡാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഡാർട്ടിൽ കറക്റ്റ് ഒരേപോലെ ഷേപ്പ് ചെയ്തിട്ട് ചെയ്യാം. അതല്ല വേസ്റ്റ് കറക്റ്റ് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ടും ചെയ്താൽ മതി. അപ്പൊ എങ്ങനെ ചെയ്താലും നമുക്ക് അത് കറക്റ്റ് ആയിട്ട് വരും കേട്ടോ. അപ്പൊ ഈ 7 വരെ എന്നാണ് നമുക്ക് സീറ്റ് വരെ, വേസ്റ്റ് മുതൽ സീറ്റ് വരെ വരുന്നത് 7 അവിടെ വരുന്നത് നമുക്ക് 13.5. ഓക്കെ, ആ 13.5 വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഷേപ്പ് വരും കണ്ട. അപ്പൊ നമുക്ക് ഡാർട്ട് ഇടണമെന്നില്ല. നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. പിന്നെ ഈ 19.5 വരുമ്പോൾ വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമുക്ക് 2 ഇഞ്ച് മുകളിൽ നമ്മൾ പട്ട വരും, 2ഓ 1.5ഓ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എടുക്കാം. ആ പട്ട വരുമ്പോൾ അത് കുറച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഒരു 1.5 ഇഞ്ച് ഞാൻ ഇങ്ങനെ എടുത്തിട്ടാണ് ഇവിടെ 19.5 എടുക്കുന്നത് കേട്ടോ. അവിടാണ് നമുക്ക് മുട്ട് വരുന്നത്, നീ വരുന്നത്. അവിടെ നമ്മൾ വരുമ്പോൾ നമുക്ക് ഈ കറക്റ്റ് അളവ് തന്നെ എടുത്തതിന് ശേഷം സീറ്റിന്റെ അതേ അളവ് നമുക്ക് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ട് അവിടെ ഒരു ഷേപ്പ് വരുത്തിയിട്ട് നമുക്ക് ഈ താഴത്ത് കൂടുതലാക്കി കൊടുക്കാം. അതായത് ഒരു 5 ഇഞ്ചാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതല്ല കൂടുതൽ നിങ്ങൾക്ക് ഫ്ലെയർ വേണമെങ്കിൽ നമുക്ക് കൂട്ടി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇതുവരെ നമുക്ക് ഇങ്ങനെ വരുമ്പോൾ ഈ ലെങ്ത് ഇവിടെ വന്ന് നിൽക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ ഈ അളവ് നോക്കുക. ഇതിപ്പോ 7 അധികം വരുന്നുണ്ട്, 7 വരുന്ന 7 എടുക്കാം, 6 വേണം 6 എടുക്കാം, 5 വേണേ 5 എടുക്കാം. അത് നമ്മളുടെ ഇഷ്ടം പോലെ നമുക്ക് എടുക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ ഒതുക്കി കൊടുക്കുക. അതായത് നമ്മുടെ 19.5 കണ്ടോ, ഇവിടെ നമുക്കൊരു 1/2 ഇഞ്ച് ഇങ്ങനെ ഒതുക്കിയതിന് ശേഷം വേണം ഇങ്ങനെ വരച്ചു കൊടുക്കാൻ. കണ്ടോ, അപ്പൊ ആ ഷേപ്പ് വരും. അവിടെ തൊട്ട് നമ്മൾ വരയ്ക്കുകയും ചെയ്തു. മനസ്സിലായോ? ഇവിടെ ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ നമുക്ക് ഷേപ്പ് വരണം. 1/2ഓ 1/4ഓ കൊടുക്കാം, കുഴപ്പമില്ല. ഈ ഞാൻ എല്ലാം നിങ്ങളുടെ സൗകര്യം പോലെ, നിങ്ങളുടെ ഇഷ്ടം പോലെ എന്ന് പറയുന്നത്, നമ്മൾ ഓരോന്ന് ചെയ്യുന്നതും ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഇഷ്ടം വരുന്നത് തയ്ക്കുമ്പോൾ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പൊ ഇത് കണ്ടല്ലോ, ഇതിന് കട്ട് ചെയ്യുക, സ്റ്റിച്ച് ചെയ്യുക, പട്ട പിടിപ്പിക്കുക. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം, നമ്മൾ ലെങ്ത് എടുത്തു. ഇത് വേസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് വേസ്റ്റ് എടുക്കുമ്പോൾ ഒന്നിൽ വേസ്റ്റിന്റെ കൂടെ 4 ഇഞ്ച് കൂട്ടിയിട്ട് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ സീറ്റിന്റെ 4-1 സീറ്റിന്റെ കൂടെ 4 കൂട്ടിയിട്ട് അതിന്റെ 4-1 കണ്ടിട്ട് അതും വേസ്റ്റ് അത് എടുത്താൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ 2 ഡാർട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ 2 ഡാർട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ അതും അങ്ങനെ വേണേലും ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് വേസ്റ്റ് എടുത്താൽ മതി. ആ വേസ്റ്റിന്റെ കൂടെ നമ്മൾ കൂട്ടിയ ആ 4 ഇഞ്ച് തന്നെ കൂട്ടിയിട്ട് അതെടുത്താലും മതി. ഓക്കെ, ഇനി അതിനുശേഷം ഇവിടെ നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ ആ 2 ഇഞ്ച് തന്നെ കൂട്ടിയെടുക്കുന്ന ഷേപ്പൊക്കെ വരുമ്പോൾ നമ്മളുടെ അളവിൽ ഇത് കണ്ടോ, ഇവിടെ ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ ഇതിന്റെ ലെവലിന് വ്യത്യാസം വരും. അളവിൽ വ്യത്യാസം വരുന്നതുകൊണ്ടാണ് നമ്മൾ ആ ഫുള്ള് ലെങ്ത് തന്നെ എടുത്തത് കേട്ടോ. പട്ട വെക്കുമ്പോൾ അത് കൂടുകയൊന്നും ഇല്ല, നമ്മൾ ഷേപ്പ് ചെയ്യുമ്പോൾ അതിൽ വ്യത്യാസം വരും, അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ലെങ്ത് എടുത്തു. എന്നിട്ട് വേസ്റ്റ് മുതൽ സീറ്റ് വരെയുള്ള ലെങ്ത് എന്ന് പറയുന്ന ഓരോരുത്തർക്കും വ്യത്യാസമാണ്. 6.5 7 7.5 ഒക്കെ വരും. അത്രയൊക്കെ ഉള്ളൂ, അതിൽ കൂടുതൽ വരില്ല. എന്നിട്ട് അവിടാണ് നമ്മൾ സീറ്റിന്റെ അളവ് കൊടുത്ത്, അത് കഴിഞ്ഞ് നമ്മൾ നീ വരെ അതേപോലുള്ള സീറ്റിന്റെ അതേ അളവ് കൊടുത്തിട്ട് നീയുടെ അവിടെ 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ ഷേപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ അതേ ലെവലിൽ തന്നെ, സീറ്റിന്റെ അതേ ലെവലിൽ തന്നെ താഴെ വരെ വരിക. അവിടുന്ന് 5 ഇഞ്ചോ 6 ഇഞ്ചോ 7 ഇഞ്ചോ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ, നിങ്ങൾക്ക് ഫ്ലെയർ വേണ്ടതനുസരിച്ച് അവിടെ കൊടുക്കുക. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ചരിച്ച് അങ്ങോട്ട് ഷേപ്പ് ചെയ്യുക. ഓക്കെ.
ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം, എന്നിട്ട് തയ്ക്കാം. തയ്ക്കാനൊക്കെ നിങ്ങൾക്ക് അറിയാം, സിപ്പ് വെച്ച് തയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. അതായത് ഇത് പ്രത്യേകിച്ചും നമ്മുടെ സാറ്റിൻ സ്കേർട്ടാണ്. അപ്പം നമ്മൾ ഇത് സിബ് വെച്ച് തന്നെ തയ്ക്കണം. കണ്ടോ? ഇനി നമ്മൾക്ക് പട്ടയ്ക്കും സിബ് വെക്കാനും കൂടെ. ഓക്കെ, സ്കേർട്ട് തയ്ച്ചു കഴിഞ്ഞു. നമ്മൾ ഡ്രസ് ഫോമിൽ ഇടുമ്പോൾ വണ്ണമുള്ള ആളിന്റെ ഡ്രസ്സാണ് നമ്മൾ എടുത്തേക്കണം. അപ്പൊ ഇതിൽ ഇത്തിരി പ്രശ്നം ഉണ്ടെന്നാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് നല്ലതാണ്. സിബാണ് ഞാൻ വെച്ചേക്കുന്നത് സൈഡിൽ കേട്ടോ, സൈഡിൽ സിബാണ് വെച്ച് കൊടുക്കുന്നത്. നല്ല ഷേപ്പിൽ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.